ഹലോ, ഇന്ന് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ചാണ്. ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായിട്ട് ഒരു 8 മണിയാവാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഐസും വെള്ളത്തിൽ മുഖം കഴുകി. പിന്നെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന നിലയിൽ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മുടിയാക്കി ഒന്ന് കെട്ടി എല്ലാം സെറ്റാക്കുകയാണ്. ഈ മോയ്സ്ചറൈസർ എനിക്ക് ഡോക്ടർ തന്നെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കിലും ബസ് വരുന്നുണ്ടായിരുന്നു. രാവിലെ 8:30 ബസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റഷ് അപ്പുറത്ത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അവനെന്തോ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതിനകത്ത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് പോയി അതിൻ്റെ ഉള്ളിൽ കയറി, ബസ്സിനുള്ളിൽ കയറി അച്ഛൻ്റെ കൂടെ പിന്നെ തിരിച്ചു വന്ന് മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ കുറേ പുതിയ അതിഥികൾ നമ്മളെ മുറ്റത്തുണ്ടായിരുന്നു. റോസാപ്പൂവ്, അങ്ങനെ വേറെ എന്തോ ഒരു പൂവ്, നമ്മളെന്തോ മുല്ലപ്പൂവിൻ്റെ അതേ ഒരു ഇതിലുള്ള ഒരു വള്ളിച്ചെടിയാണ്. പിന്നെ നമ്മൾ ഓണമില്ല നമുക്ക്, പക്ഷേങ്കിൽ പൂടുന്നത് മുടക്കണ്ട എന്നതിൽ നമ്മളോട് 2-3 പൂ പറിച്ചിട്ട് അവിടെ ഒരു ചെറുങ്ങനെ ഇട്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഓണപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണം ഇല്ലാത്തപ്പോൾ നോക്കുമ്പോഴത്തേക്കും മുറ്റം നിറയെ പൂക്കൾ പൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് അമ്മക്ക് ചായ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് നൂൽപ്പെട്ടിട്ട് 2 മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ, ഇങ്ങനെ നൂൽപ്പെട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ എല്ലാ വീട്ടിലും കാണും എനിക്കുള്ള പോലത്തെ അനിയൻ ഞാൻ എന്ത് ചെയ്യുന്നതാണെങ്കിലും അത് വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തെളിതാൻ കാണിക്കുന്നത്. എഴുതുന്ന ഓടി വന്നിട്ട് ചെയ്യുന്നതാണ്. ആദ്യമൊക്കെ സിമ്പിളായി തിരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അന്ന് മാവ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈറ്റായെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ സഹായം കൂടി തേടി. പിന്നെ ഇന്നലത്തെ മീൻകറിയും നൂൽപ്പുട്ടുമായിരുന്നു നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എവിടെ നിന്ന് തിന്നുമ്പോൾ അപ്പുറത്ത് നിന്ന് ഒരാൾ കാര്യമായിട്ട് എഴുതുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിലും നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ആക്കി വെച്ചിട്ട് അമ്മയും അച്ഛനും കൂടി ഒന്ന് പുറത്ത് പോയി. പിന്നെ ഞാനും എൻ്റെ അനിയനും പിന്നീട് കടയിൽ നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛനും അമ്മയും തിരിച്ചു വന്ന് അപ്പോഴത്തേക്കും നമുക്ക് അത് വിശപ്പുണ്ടായതുകൊണ്ട് നമ്മൾ നേരം പോയി ഫോട്ടോ ഒക്കെ കഴിച്ചു. അപ്പോഴത്തേക്കിനും ഒരു 3 മണിയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങോട്ടേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. പക്ക ഒരു നാട്ടമ്പറാണ് ഞങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുറേ ഇടവഴികളൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലെ കൂടെയാണ് കേട്ടോ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ മഴയായതുകൊണ്ട് കുറേ ചപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. തോട്ടം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ വീട്. പിന്നെ അവിടെ നിന്ന് അമ്മമ്മേനോട് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ തോട് കാണാൻ വേണ്ടി പോയി. ഇത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കുറേ ഇടവഴികളുണ്ട്. അതേപോലെ തന്നെ തോട്ടിലേക്ക് പോകാനുമുള്ള ഒരു ഇടവഴിയാണിത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പൊട്ടക്കിണറുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് 2 റബ്ബർ തോട്ടങ്ങൾ അതിന് നടുക്കേ കൂടെ ഉള്ള ഒരു ഇടവഴിയാണ്. തോട്ടിലേക്ക് നേരെ പോകുന്ന വഴിയാണ് കേട്ടോ അത്. നല്ല രീതിക്ക് ചളിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എപ്പോൾ വൈകിടിച്ച് വീണെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ചളിയായിരുന്നു. അങ്ങനെ നമ്മൾ തോട്ടിലേക്ക് എത്തി. പണ്ട് ഒരുപാട് നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപ്പവും വരുന്ന സ്ഥലമാണിത്. അലക്കാനും അമ്മമാർ അലക്കുമ്പോഴൊക്കെ വരാറുണ്ട്. പിന്നെ മീൻ പിടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ വരാറുണ്ട്. ഇപ്പം വെള്ളം താണു തുടങ്ങിയിട്ടാണ്, ഇല്ലെങ്കിൽ നല്ല രീതിക്ക് വെള്ളം ഉണ്ടാവാറുണ്ട്. ജൂൺ ജൂലൈ മാസത്തിൽ പാലമുട്ടയൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് ഈ തോട്ടിൽ. നമ്മൾ ആദ്യം കണ്ട തോടില്ലേ, ഞാൻ പാലത്തിൻ്റെ മേലെ നോക്കിയ ആ തോടഞ്ഞാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ തോട്ടിലെത്തി കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കല്ലിൻ്റെ വരക്കെ എടുത്ത് ഞാനും എൻ്റെ അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വെള്ളം തെറിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പ് നേരെ തെറിച്ചിട്ട് ഒലിച്ചു പോയി. ബയ്യ അത് അവിടെ തങ്ങി നിന്ന് ഇല്ലേ പിന്നെ കിട്ടൂലായിരുന്നു കേട്ടോ.
അതെടുത്തിട്ട് വന്നിട്ട് കാലിനിട്ടു. പിന്നെ അമ്മമ്മ അവിടെ സൈഡിൽ നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്, വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വാലഞ്ചില സൈഡിലേക്കൂടെയുള്ള ഇടവഴിയിലേക്കൂടിയും അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. ഇത് എവിടുന്ന് ഉദ്ഭവിക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ, അതിൻ്റെ അറ്റം കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ അവിടുന്ന് കുറേ ആൾക്കാർ അലക്കാറും എല്ലാം ഉണ്ട്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറേ കാക്കപ്പൂവ് ഉണ്ടായിരുന്നു. ആ തോട്ടിൽ ഒരുപാട് ആളൊന്നും ഇറക്കുന്നത് നമ്മളെല്ലാം പണ്ട് സ്ഥിരം പോകുന്ന തോടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്രാവശ്യം ഓണില്ല. അപ്പം നോക്കുമ്പോഴത്തേക്ക് നിറയെ പൂക്കളും വിരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പൂക്കളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ആ പൂവാണ് വിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത്. കുറേ ചെമ്പത്തിയും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറാൻ പോകുന്ന സ്ഥലത്താണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഷീറ്റ് കെട്ടി വെച്ചിട്ടെടുക്കുക. അമ്മ കുറേ പുല്ല് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിവിടെ ആലയുണ്ട്, പശുക്കളുണ്ട്. അപ്പോൾ പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ലാണ് കേട്ടോ. ആ കാണുന്നതാണ് ആല എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലായിരുന്നു പുല്ലൊക്കെ വെക്കാറുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മ ഇപ്രാവശ്യം ഇപ്പുറത്ത് വെക്കാം, അവിടെ കാലി ആയതുകൊണ്ട് അമ്മമ്മ അവിടെ വെച്ചാണ്. ഇതെന്ന് പറയുന്നത് റബ്ബർ ഷീറ്റെല്ലാം ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ റബ്ബർ ഇടിയിട്ടാകുമ്പം അടിയിൽ തീ കൊടുത്തിട്ടാകുമ്പം ഇങ്ങനെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും. പിന്നെ ഇതുപോലത്തെ അസുഖം ആരുതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ണാടി കണ്ടാൽ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ നോക്കിയിട്ട് പ്രതിബിംബം നോക്കിയിട്ട് എന്തെല്ലോ ചെയ്യും. പിന്നെ അനിയൻ അപ്പുറത്തുനിന്ന് TV കാണുന്നുണ്ടായിരുന്നു. പിന്നെ ചായക്ക് കുറിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് 6 മണിയായിട്ടുണ്ടായിരുന്നു. 6 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു അബിയേട്ടൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ ഓടിപ്പിടിച്ച് പോയി കുളിച്ചൊക്കെ വന്നിട്ട് നേരെ അബിയേട്ടനോട് അമ്പലത്തിൽ പോയി. നമ്മൾ പുറവൂർ അമ്പലത്തിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അബിയേട്ടനും അനിയനും കൂടിയിട്ട് ഇന്നാളൊരു ദിവസം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഗണപതി ഹോമം അങ്ങനെ എന്തോ ഒരു പൂജ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രസാദം വാങ്ങാനും ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നേരെ പോയി കൗണ്ടറിൽ പോയിട്ട് 2-3 നെയ്വിളക്കും പിന്നെ ആ റെസീറ്റ് നമ്മൾ അമ്പലത്തെ പൂജേൻ്റെ റെസീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഇരുടായിട്ടുണ്ടായിരുന്നു. 7 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. വരുന്ന വഴിക്ക് അബിയേട്ടൻ ലോക എന്ന് പറഞ്ഞ സിനിമേൻ്റെ കഥ പറഞ്ഞ് എത്തായിരുന്നു നമുക്ക്. നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല, അബിയേട്ടൻ പോയി കണ്ടു. എന്നാലും ഞങ്ങൾ കാണാൻ പോകുന്നില്ല, കാരണം അബിയേട്ടൻ പറഞ്ഞാൽ നല്ല പേടിയായി നമുക്ക്. പിന്നെ ശവപ്പറമ്പിൻ്റെ അടിയിലേക്ക് കൂടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി കുറച്ച് കടലൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും അമ്മ അവിടുന്ന് TV ആണല്ലേ, ഞങ്ങളും പോയി കൂടിയിരുന്നുണ്ട്. അപ്പോൾ എത്രയല്ലേ ഇന്നത്തെ വീഡിയോ എന്നത്. ടാറ്റാ.